ഹലോ ഫ്രണ്ട്സ്, ബാസ് ലെസൺസിൻ്റെ +2 ഇംഗ്ലീഷ് ക്ലാസ് റൂമിലേക്ക് നിങ്ങളെ ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ദ അവർ ഓഫ് ട്രൂത്ത്, പെർസിവൽ വൈൽഡിൻ്റെ ദ അവർ ഓഫ് ട്രൂത്ത് എന്ന ചാപ്റ്ററിൻ്റെ ഒരു ടെക്സ്റ്റ് അനാലിസിസ് ആയിരുന്നു നടത്തിയിരുന്നത്. ആ ടെക്സ്റ്റ് അനാലിസിസിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ഒന്നും പറയുന്നില്ല, നേരെ നമുക്ക് ടെക്സ്റ്റിലേക്ക് പോവാം, ചാപ്റ്റർ ഡിസ്കഷനിലേക്ക് നീങ്ങാം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ജോൺ ഗ്രഷാം എന്ന് പറയുന്ന ബാങ്കിൽ ജോലി ചെയ്യുന്ന റോബർട്ട് ബാൾവിൻ എന്ന കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ചില സംഭവവികാസങ്ങളാണ്. ജോൺ ഗ്രഷാമിൻ്റെ ബാങ്കിൽ ജോലി ചെയ്യുന്ന ബാൾവിൻ പുറത്തുനിന്ന് വരുന്നത് ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു കുടുംബം, അതായിരുന്നു സ്റ്റേജിലെ ഫസ്റ്റിലുണ്ടായിരുന്ന സെറ്റിംഗ്. അപ്പോൾ നമ്മൾ ബാൾവിൻ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ബാൾവിൻ തൻ്റെ ബാങ്ക് ഉടമസ്ഥനായിട്ടുള്ള ഗ്രഷാമിനെ സന്ദർശിക്കാൻ പോയതായിരുന്നു. അവിടെ ബാങ്ക് റക്കേജുമായി ബന്ധപ്പെട്ടൊരു ഇഷ്യൂ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ജോൺ ഗ്രഷാം അറസ്റ്റിൻ്റെ അല്ലെങ്കിൽ ട്രയൽ നേരിടാൻ പോവുകയാണ്. എന്തോ ഒരു കള്ളത്തരം പിടിക്കപ്പെട്ടിട്ടുണ്ട്. ബാങ്ക് പൊളിയുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള ട്രയൽ തൊട്ടടുത്ത ദിവസം തുടങ്ങാൻ പോകുമ്പോഴാണ് റോബർട്ട് ബാൾവിനെ വിളിപ്പിക്കുന്നതും അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നു. അത് എന്തായിരുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു, ജോൺ ഗ്രഷാം വിളിച്ച് അദ്ദേഹത്തോട് പ്രധാനമായും ആവശ്യപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രയൽ നടക്കുന്ന സമയത്ത് ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ബാൾവിൻ എന്ത് പറയണം, ഐ ഡോണ്ട് റിമെമ്പർ എന്ന 3 വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ ഗ്രഷാമിന് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളതാണ് ഗ്രഷാമിൻ്റെ പ്ലാന്. ആ പദ്ധതി ബാൾവിനോട് പറഞ്ഞു. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 10-35 വർഷമായിട്ട് അല്ലെങ്കിൽ അതിലപ്പുറമായിട്ട് വളരെ ആത്മബന്ധമുള്ള ആത്മസുഹൃത്തുക്കളാണ് ആരെല്ലാം, റോബർട്ട് ബാൾവിൻ ആൻഡ് ജോൺ ഗ്രഷാം. അപ്പോഴൊക്കെ മാർത്തയുടെയും മറ്റുള്ളവരുടെയൊക്കെ പ്രതികരണം എന്ന് പറയുന്നത്, അങ്ങനെ പറയാൻ പറഞ്ഞു അല്ലേ, അപ്പോൾ അങ്ങനെ പറയുന്നത് നുണയാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ജോൺ ആണെങ്കിലും എവി ആണെങ്കിലും മാർത്തയാണെങ്കിലും ഒക്കെ ജോൺ ഗ്രഷാമ്മ പറഞ്ഞതിനോട് അത്ര യോജിപ്പ് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ ഞാൻ കൊടുക്കേണ്ട മറുപടി കൊടുക്കേണ്ട രീതിയിൽ, മാന്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് റോബർട്ട് ബാൾവിൻ പറയുമ്പോൾ എവിയുടെ ചോദ്യമാണ്, എന്താണ് പിന്നെ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ് എന്തായിരുന്നു? ആൻഡ് വാട്ട് ഡിഡ് ഹി സേ ദെൻ? ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് കേട്ട ക്വസ്റ്റ്യൻ അല്ലേ, എന്തായിരുന്നു ജോൺ ഗ്രഷാമിൻ്റെ അടുത്ത റെസ്പോൺസ് എന്നുള്ളതാണ്. അപ്പോൾ ആ ചോദ്യത്തിന് നമുക്ക് ഇദ്ദേഹം കൊടുത്ത മറുപടി എന്തായിരുന്നു, പിന്നീട് നടക്കുന്ന സംഭവവികാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പരിശോധിക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ക്ലാസ്സുകൾ സ്ഥിരമായി കേൾക്കുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അല്ല, ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ക്ലാസ് കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ് സബ്സ്ക്രിപ്ഷനിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇതിൻ്റെ ചാപ്റ്റർ അനാലിസിസ് തുടരാം. റോബർട്ട് ബാൾവിൻ. There wasn't much to say, you see. He wasn't surprised. He has known me for 35 years and well, anybody who has known me for 35 years doesn't expect me to haggle with my conscience. If it had been anybody else, I would have struck him across the face. But John Grisham and I were boys together. We worked side by side, and I have been in his employ ever since he started in for himself. He is desperate. He doesn't know what he's doing, or he wouldn't have offered me money. ഞാൻ അദ്ദേഹം അവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് അങ്ങനെ കൂടുതലൊന്നും റെസ്പോണ്ട് ചെയ്യാൻ പോയിട്ടില്ല. കാരണം അദ്ദേഹത്തിന് അറിയാമത്. ഹി വാസ് ഇൻ സർപ്രൈസ്ഡ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത്ര വലിയ സർപ്രൈസിലൊന്നും ആയിരുന്നില്ല ഞാൻ ഇങ്ങനെ പെരുമാറുന്നത് കണ്ടിട്ട്. കാരണം എന്താ, ഹി ഹാസ് നോൺ മീ ഫോർ 35 years. എന്നെ 35 വർഷമായിട്ട് അറിയുന്ന എൻ്റെ സുഹൃത്താണ്. എന്നാൽ അല്പം അഭിമാനത്തോടു കൂടി പറയാണ്, എനിബഡി ഹു ഹാസ് നോൺ മീ ഫോർ 35 years ഡസൻറ്റ് എക്സ്പെക്ട് മീ ടു ഹാഗിൾ വിത്ത് മൈ കോൺഷ്യൻസ്. എൻ്റെ മനസ്സാക്ഷിക്ക് യോജിക്കാത്തൊരു കാര്യത്തിന് ഞാൻ ഒരുങ്ങില്ല എന്ന് എന്നെ 35 വർഷമായിട്ട് അറിയുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അറിയാം. ഒന്ന് അഭിമാനത്തോടുകൂടി പറയുകയാണ്, ഞാനൊരു സത്യസന്ധനാണെന്നുള്ള അർത്ഥത്തിൽ. എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാഭിമാനത്തിന് വില കൽപ്പിക്കാൻ ഒരിക്കലും മറ്റൊരാൾ ശ്രമിക്കൂല. ഇഫ് ഇറ്റ് ഹാഡ് ബീൻ എനിബഡി എൽസ് ഐ വുഡ് ഹാവ് സ്ട്രക്ക് ഹിം അക്രോസ് ദ ഫേസ്. അദ്ദേഹം ചോദിച്ച കാര്യം അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യം എന്നോട് മറ്റാരെങ്കിലും ആയിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ അയാളുടെ മുഖത്തേക്കിട്ട് 2 ഞാൻ കൊടുത്തേനെ. ബട്ട് ജോൺ ഗ്രഷാം ആൻഡ് ഐ വെർ ബോയ്സ് ടുഗെദർ. ഞങ്ങൾ കുട്ടിക്കാലം മുതലേ ഒന്നിച്ച് വളർന്നവരാണ്. വി വർക്ക്ഡ് സൈഡ് ബൈ സൈഡ്. ഇത്രയും കാലം ഒന്നിച്ച് ജോലി ചെയ്തു. ആൻഡ് ഐ ഹാവ് ബീൻ ഇൻ ഹിസ് എംപ്ലോയി എവർ സിൻസ് ഹി സ്റ്റാർട്ടഡ് ഇൻ ഫോർ ഹിംസെൽഫ്. അദ്ദേഹം അങ്ങനെ സ്ഥാപനം തുടങ്ങി അന്ന് മുതൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണുള്ളത്. ഹി ഈസ് ഡെസ്പറേറ്റ്. അദ്ദേഹം വളരെ ഒരു വേഴ്സായിട്ടുള്ള സിറ്റുവേഷനിലാണ്, ഒരു ബാഡ് സിറ്റുവേഷനിലാണ്. ഹി ഡസൻറ്റ് നോ വാട്ട് ഹീസ് ഡൂയിങ്. അദ്ദേഹം എന്താ ചെയ്യുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ അറിയില്ല. ഓർ ഹി വുഡൻറ്റ് ഹാവ് ഓഫേർഡ് മീ മണി. അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹം പണം ഒരിക്കലും വാഗ്ദാനം ചെയ്യുമായിരുന്നില്ല. ഓഫേർഡ് യു മണി ഡാഡ്? അച്ഛന് പണം വാഗ്ദാനം ചെയ്തോ?
അപ്പോൾ ബാൽവിൻ വളരെ കൂളായിട്ട് വളരെ സിമ്പിൾ, യെസ്, ഈ $100,000 ആഴ്ചയിൽ $60 കൂലി വാങ്ങുന്ന ആൾക്ക് ഇവിടെ കൊടുക്കുന്ന ഓഫർ എത്രയാണ്? $100,000 എന്ന് പറഞ്ഞാൽ $100,000. വാട്ട്? Baldwin, I have got only a few years to live, but I will live those as I have lived the rest of my life. I will go to my grave clean. ഞാൻ ഇത്രയും കാലം എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ തന്നെ ഞാൻ ഇനിയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് എൻ്റെ ഗ്രേവിലേക്ക് പോകുമ്പോൾ, എന്നെ ശവക്കല്ലറയിലേക്ക് ഇറക്കി വെക്കുമ്പോൾ മാന്യനായിട്ട് വേണം എനിക്ക് പോകാൻ. ഞാനതിനിടയ്ക്ക് പറയുകയാണ്, കുട്ടികൾ ടെക്സ്റ്റ് ഒന്നുകിൽ നിങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ടെക്സ്റ്റ് കാണിക്കുന്നുണ്ട്, കാരണം മിക്കവാറും കുട്ടികൾക്കൊന്നും ടെക്സ്റ്റ് കിട്ടാത്തൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് നിങ്ങൾ ഒന്നുകിൽ ഈ വീഡിയോയിൽ കാണുന്ന ടെക്സ്റ്റ് ശരിക്കും നോക്കിയിരിക്കുക. വീഡിയോ ക്വാളിറ്റി ഒരു 360 ആക്കിയെങ്കിലേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിലെ സ്ക്രിപ്റ്റ് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ക്വാളിറ്റിയിലേക്ക് നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റി സെറ്റിങ്സിൽ മാറ്റി വെക്കണം. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ടെക്സ്റ്റ് ഉള്ളവരാണെങ്കിൽ ഏത് ലോ ക്വാളിറ്റിയിൽ കണ്ടാലും മതി, നിങ്ങളുടെ ടെക്സ്റ്റ് തുറന്നു വെച്ച് ഇത് ക്ലാസ് ശ്രവിക്കാൻ ശ്രമിക്കുക. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡയലോഗുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ കഥാപാത്രത്തിൻ്റെ പേര് ചിലപ്പോൾ പറയാതെ പോകും. അതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്. കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞ് ഡയലോഗ് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ നഷ്ടപ്പെടും. I have got only a few years to live, but I will live those as I have lived the rest of my life. I will go to my grave clean. Robert, he put it aside for me without anybody knowing it. It is out of his private fortune. He says, it is not the depositors' money, as if that made any difference. അദ്ദേഹം പറയുകയാണ്, ഇത് ഡെപ്പോസിറ്റേഴ്സിൻ്റെ മണിയൊന്നുമല്ല, ഇതെൻ്റെ സ്വന്തം ഫോർച്യൂണിൽ നിന്നുള്ളതാണ്. ഞാനിത് ആരും അറിയാതെ സൂക്ഷിച്ചു വെക്കുന്ന എൻ്റെ സ്വന്തം പ്രൈവറ്റ് പണമാണ്. ആസ് ഇഫ് ദാറ്റ് മെയ്ഡ് എനി ഡിഫറൻസ്. അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടാൽ എന്തൊക്കെ എന്തെങ്കിലും വല്ല തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. കാരണം മിസ്അപ്രോപ്രിയേഷൻ ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ട്, പിന്നെ ഇതെങ്ങനെ ഒരു സ്വകാര്യ സ്വത്ത് വേറൊന്നാവുന്നു. എവി ആകെ എന്താണ് ഹിപ്നോട്ടൈസ്ഡായി എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു സംഖ്യ പറഞ്ഞപ്പോൾ ആകെ സ്പെൽ ബൗണ്ടായി. മാജിക്കൽ വേൾഡിലാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ളൊരു മാനസികാവസ്ഥ. ഹി ഓഫേർഡ് യു $100,000. അദ്ദേഹത്തിന് അവളുടെ അത്ഭുതം കണ്ടിട്ട് ചിരി വന്നു. ഐ കുഡ് ഹാവ് ഹാഡ് ഇറ്റ് ഫോർ ദ വൺ വേർഡ് യെസ്, ഓർ ഈവൻ ഫോർ നോഡിങ് മൈ ഹെഡ് ഓർ എ ലുക്ക് ഓഫ് ദ ഐസ്. ഞാനൊരു വേർഡ് യെസ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ $100,000 എനിക്ക് ആ സെക്കൻഡിൽ കിട്ടിയിരുന്നു. ഇനി വേണ്ട, എൻ്റെ തല ഞാനൊന്ന് ആട്ടിക്കൊടുത്താൽ കിട്ടിയിരുന്നു. ഇനി അതും വേണ്ട, എൻ്റെ കണ്ണുകൊണ്ട് ഞാനൊരു സൂചന കൊടുത്താൽ എനിക്കത് കിട്ടുമായിരുന്നു. ഹൗ ഡു യു നോ ഹി മെന്റ് ഇറ്റ്? ശരിക്കും അച്ഛ $100,000 അച്ഛന് തരാമെന്ന് പറഞ്ഞോ? ഹിസ് വേർഡ് ഈസ് ഗുഡ് ജോൺ. അദ്ദേഹം വാക്ക് പാലിക്കുന്നവനാണ്. ഈവൻ നൗ, ഇപ്പോഴും വാക്ക് പാലിക്കുന്നവനാണെന്നാണോ അച്ഛന് അദ്ദേഹത്തെക്കുറിച്ച് വിചാരിക്കുന്നത്? അപ്പോൾ ബാൾവിൻ, ഹി നെവർ ലൈഡ് ടു മീ ജോൺ. എന്നോട് ഇന്ന് വരെ കളവ് പറഞ്ഞിട്ടില്ല. ഐ സപ്പോസ് മൈ ഐസ് മസ്റ്റ് ഹാവ് ഷോൺ സംതിങ് ഐ ഡെൻറ്റ് ഫീൽ. എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സുകൊണ്ട് ചിന്തിക്കാത്ത എന്തെങ്കിലും എൻ്റെ കണ്ണിൽ നിന്ന് അദ്ദേഹം വായിച്ചെടുത്തോ. ഹി നോട്ടീസ്ഡ് ഇറ്റ്. അദ്ദേഹം അങ്ങനെ എന്തോ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഹി അൺലോക്ക്ഡ് ദ ഡ്രോയർ ആൻഡ് ഷോഡ് മീ ദ 100,000. അദ്ദേഹത്തിൻ്റെ വലിപ്പ് തുറന്നിട്ട് എനിക്ക് കാശ് കാണിച്ചു തന്നു. ഇൻ ക്യാഷായിട്ടായിരുന്നു. ഇൻ $1,000 ബിൽസ്. ദേ വെർ ജെനുവിൻ. ഐ എക്സാമിൻഡ് ദം. ഇവിടെ നമ്മുടെ ചെക്ക് ഡി ഡി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു സംവിധാനത്തിലാണ്, ക്യാഷായിട്ടല്ല. അത് ജെനുവിനായിട്ടുള്ള ഫേക്കൊന്നും ആയിരുന്നില്ല. ഞാൻ പരിശോധിച്ചു. എന്നിട്ട് എവി ഇങ്ങനെ സാവകാശം, ആൻഡ് ഫോർ ദാറ്റ് ഹി വാണ്ട്സ് യു ടു സേ ഐ ഡോണ്ട് റിമെമ്പർ. അച്ഛന് ജസ്റ്റ് ഐ ഡോണ്ട് റിമെമ്പർ എന്ന് ട്രയൽ നടക്കുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിട്ടും. ജസ്റ്റ് ദാറ്റ് 3 words ഓൺലി. ചിരിച്ചുകൊണ്ട് ബാൾവിൻ പറയാം, അതെ. ബട്ട് യു വോണ്ട്. അച്ഛനത് പറയില്ല. ദോസ് 3 words വുഡ് ചോക്ക് മീ ഇഫ് ഐ ട്രൈ ടു സ്പീക്ക് ദെം. അത് പറയാൻ എൻ്റെ വായ സമ്മതിക്കില്ല. എനിക്ക് ശ്വാസം നഷ്ടപ്പെടും. ഒരു തരം ചോക്കിങ് ത്രോട്ടിൽ ഫീൽ ചെയ്യുമെന്ന് പറയാറില്ലേ, സംസാരം നഷ്ടപ്പെടുന്നൊരവസ്ഥ. ഫോർ സം അതർ മാൻ പെർഹാപ്സ് ഇറ്റ് വുഡ് ബി ഈസി. മറ്റൊരാൾക്കൊരു പക്ഷേ ഇത് വളരെ എളുപ്പമായിരിക്കാം. ബട്ട് ഫോർ മീ ആൾ ഓഫ് മൈ പാസ്റ്റ് വുഡ് റൈസ് അപ്പ് ആൻഡ് സ്ട്രൈക്ക് മീ ഇൻ ദ ഫേസ്. എൻ്റെ ഭൂതജീവിതം എണീറ്റ് വന്ന് എൻ്റെ മുഖത്തടിക്കും ഞാനത് സ്വീകരിച്ചാൽ.
It would mean to the world that for years I had been living a lie. ഞാനൊരു കള്ളനായിട്ടാണ് ഇത്രയും കാലം ജീവിച്ചതെന്ന് ലോകം വിളിച്ചു പറയും. That I was not the honorable man I thought I was. എന്നെക്കുറിച്ച് ഞാനൊരു ഓണറബിൾ മാനാണ്, റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള സത്യസന്ധനായിട്ടുള്ളൊരു മനുഷ്യനാണെന്ന് ഇത്രയും കാലം ആളുകൾ വിശ്വസിച്ചതെന്താ എല്ലാം ഒലിച്ചു പോകും. When John Gresham offered me money, I was angry. എനിക്ക് പണം വാഗ്ദാനം ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് അദ്ദേഹത്തോട് വന്നത്. But when I rejected it and he showed no surprise, then I was pleased. പക്ഷേ ഞാനത് ഔട്ട്റൈറ്റായിട്ട് റിജക്റ്റ് ചെയ്തു. അപ്പോൾ അവന് യാതൊരു സർപ്രൈസും അദ്ദേഹത്തിന് ഫീൽ ചെയ്തില്ല. അപ്പോൾ എനിക്ക് സമാധാനമായി, എനിക്ക് സന്തോഷമായി. കാരണം എൻ്റെ ആത്മസുഹൃത്ത് എന്നെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് എനിക്ക് സന്തോഷം തോന്നി. ഇറ്റ് വാസ് എ കോംപ്ലിമെൻറ്റ്, ഡോണ്ട് യു തിങ്ക് സോ? അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നാളെ കുടുങ്ങാൻ പോകുന്ന ഒരു വ്യക്തിയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് എന്നോട് ദേഷ്യമൊന്നും തോന്നിയില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കോംപ്ലിമെൻ്റ് അല്ലേ? എ കോംപ്ലിമെൻറ്റ് വിച്ച് കോസ്റ്റ് യു $100,000. ആ കോംപ്ലിമെൻറ്റിൻ്റെ വില എത്രയാണ്? $100,000. എന്താ കോംപ്ലിമെൻറ്റ് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നുള്ള ഇപ്പോൾ കിട്ടുന്ന പ്രൈസ് എന്നൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആഫ്റ്റർ എ പോസ്, വിൽ ദ ഡെപ്പോസിറ്റേഴ്സ് ലോസ് മച്ച് റോബർട്ട്? ഡെപ്പോസിറ്റേഴ്സിന് വൻ നഷ്ടമാണോ ഈ ബാങ്ക് ഇങ്ങനെ റെക്കേജ് സംഭവിച്ചുകൊണ്ട്, ബ്രേക്ക് സംഭവിച്ചുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നത്? ബാൾവിൻ എംഫാറ്റിക്കലി, വളരെ സ്ട്രോങ് ആയിട്ട്, ദ ഡെപ്പോസിറ്റേഴ്സ് വിൽ നോട്ട് ലോസ് എ സെൻറ്റ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പൈസ പോലും ഡെപ്പോസിറ്റേഴ്സിന് നഷ്ടപ്പെടില്ല. മേ ബി അപ്പോൾ അത്ഭുതത്തോടു കൂടി. ബട്ട് ദ പേപ്പേഴ്സ് ഇറ്റ്, പക്ഷെ പേപ്പറിലൊക്കെ ഇങ്ങനെ ഒക്കെയാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഫുള്ളാകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ബാൾവിനെ ഇൻട്രപ്റ്റ് ചെയ്ത് തടസ്സപ്പെടുത്തിയിട്ട്, ദേ ഹാഡ് ടു പ്രിൻറ്റ് സംതിങ് ദേ ഗസ്റ്റ്, ഐ നോ, ഐ ടെൽ യു. പത്രക്കാർക്ക് എന്താ, അവർ ഗസ്റ്റ് അടിച്ചിട്ട് ഇങ്ങനെ എഴുതും. ബട്ട് യു നെവർ സെഡ് സോ ബിഫോർ. നിങ്ങളെന്താ ഇതുവരെ മുമ്പൊന്നും ഇത് തിരുത്തി പറയാത്തത്? പത്രക്കാരോട് പറഞ്ഞൂടെ ഡെപ്പോസിറ്റേഴ്സിനൊന്നും നഷ്ടപ്പെടില്ല എന്ന് അച്ഛന് പറഞ്ഞൂടെ? ഐ ലെഫ്റ്റ് ദാറ്റ് ഫോർ ഗ്രഷാം. അത് ഗ്രഷാം പറയട്ടെ എന്നുള്ളതിലൊക്കെ ഞാൻ വിട്ടു. ഇറ്റ് വിൽ കം ഔട്ട് ടുമോറോ. എല്ലാ സത്യവും നാളെ പുറത്തു വരും. വൈ ടുമോറോ? വൈ ഡിഡ്ന്റ് യു സേ സോ ബിഫോർ? ദ പേപ്പേഴ്സ് ആസ്ക്ഡ് യു ഓഫൺ ഇനഫ്. പത്രക്കാർ നിങ്ങളോട് എത്ര തവണ ചോദിച്ചു, എന്തിനാ നാളേക്ക് വെക്കുന്നത്? അതിൻ്റെ മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞൂടെ? ജോൺ ചോദിക്കുകയാണ്. നത്തിങ് ഫോഴ്സ്ഡ് മീ ടു ആൻസർ ജോൺ. എനിക്കങ്ങനെ പറയുമെന്ന് തോന്നിയിട്ടില്ല, അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു നിശബ്ദത. ജോൺ, ദേ ആർ ഗോയിങ് ടു പണിഷ് ഗ്രഷാം, ആറൻറ്റ് ദേ? നാളെ അവർ ഗ്രഷാമിനെ പണിഷ് ചെയ്യൂലേ? ഐ എം അഫ്രൈഡ് സോ. എനിക്കും അവനെ പേടിയുണ്ട്. അപ്പോൾ ജോൺ, വാട്ട് ഫോർ? പിന്നെ എന്തിനാണ് ഗ്രഷാമിനെ പണിഷ് ചെയ്യുന്നത്? മിസ്അപ്രോപ്രിയേറ്റിംഗ് ദ ഫണ്ട്സ് ഓഫ് ദി ബാൾവിൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ്. ബാങ്കിൻ്റെ ഫണ്ട് ഇല്ലീഗലായിട്ട് എടുത്തുകൊണ്ട് എന്ന് പറയുകയാണ്. ഫുള്ളാക്കാൻ തന്നെ ജോൺ സമ്മതിക്കുന്നില്ല, തടസ്സപ്പെടുത്തിയിട്ട് പറയണം. ഐ നോ ദാറ്റ്, ബട്ട് വാട്ട് ക്രൈം ഹാസ് ഹി കമ്മിറ്റഡ്? അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തതെന്ന് പറയൂ. ദാറ്റ് ഈസ് എ ക്രൈം ജോൺ. ബട്ട് ഇഫ് നോബഡി ലോസസ് എനിത്തിങ് ബൈ ഇറ്റ് ഈസ് എ ക്രൈം നെവർത്തലെസ്. ആർക്കും ഒന്നും നഷ്ടപ്പെടുന്നില്ല, പിന്നെ ഇതെങ്ങനെ ക്രൈം ആകുന്നത്, ഒരു കുറ്റകൃത്യമാകുന്നത്? ജോണിൻ്റെ ചോദ്യമാണ്. അതിൻ്റെ ഇടയിൽ ഇടപെട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ചെയ്ത് തെറ്റാണ്. ആൻഡ് ദേ ആർ ഗോയിങ് ടു പണിഷ് ഹിം ഫോർ ഇറ്റ്. അപ്പോൾ ഇതിന് അദ്ദേഹത്തെ പണിഷ് ചെയ്യാൻ പോവാണോ? ദേ കാൺ ലെറ്റ് ഹിം ഗോ ജോൺ, ഹീ ഈസ് ടു കൺസ്പീക്വസ്. അദ്ദേഹത്തിന് ഒരിക്കലും വെറുതെ വിടാൻ അവർക്ക് കഴിയില്ല ജോൺ. അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളും ചെയ്തതൊക്കെ വളരെ മറ്റുള്ളവർക്ക് അറിയാം. മൈ ഒപ്പീനിയൻ ഡസൻറ്റ് മാറ്റർ ജോൺ. എൻ്റെ അഭിപ്രായത്തിന് വിലയില്ല ജോൺ. ബട്ട് വാട്ട് ഡു യു തിങ്ക്? അച്ഛൻ എന്താ പിന്നെ പ്ലാൻ ചെയ്യുന്നതല്ലേ വിചാരിക്കുന്നത്? ഐ തിങ്ക് ദാറ്റ് ഐ ആം സോറി ഫോർ ജോൺ ഗ്രഷാം, ടെറിബിളി സോറി. ഐ എം വെരി സാഡ് ടു സീ ദ പിറ്റിയബിൾ plight of John Gresham. That is all. അപ്പോൾ ജോണും വളരെ സ്ലോലി, ഇറ്റ്സ് നത്തിങ് ബട്ട് എ ടെക്നിക്കാലിറ്റി ഡാഡ്. Nobody loses a cent. It is rather hard on Gresham, I say. അപ്പോൾ ഇതൊരു ടെക്നിക്കലായിട്ടുള്ള വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ പണം ആർക്കും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, നഷ്ടപ്പെടാനും പോകുന്നില്ല, തിരിച്ചു കിട്ടും അല്ലേ? ആർക്കും ഒന്നും നഷ്ടപ്പെടില്ല, ഒരു സെൻറ്റ് പോലും നഷ്ടപ്പെടില്ല, ഒരു പൈസ പോലും, ഒരു രൂപ പോലും നഷ്ടപ്പെടില്ല. പക്ഷേ ഗ്രഷാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രയാസമാണല്ലേ? യെസ് ജോൺ, ഗ്രഷാമിന് പ്രയാസം തന്നെയാണ്. എബി വളരെ മടിയോടുകൂടി. Would it be such an awful thing, father, if you let him off? ഇത്ര ബാഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഓഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഫാദർ അദ്ദേഹത്തെ നാളെ രക്ഷപ്പെടാൻ സഹായിക്കുക എന്ന് പറയുന്നത്? ബാൾവിനപ്പം ചിരിച്ചുകൊണ്ട്.
ഐ വിഷ് ഐ കുഡ് എവി ബട്ട് ഐ ആം നോട്ട് ദ ജഡ്ജ്. അദ്ദേഹത്തെ വെറുതെ വിടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ജഡ്ജ് അല്ലല്ലോ. എവി നോ ബട്ട്, രവി എന്തൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷേ പറയാനാണ് കഴിയുന്നില്ല. ബട്ട് വാട്ട്, എന്താ പറയൂ. യു ആർ ദ ഓൺലി വിറ്റ്നസ് അഗെയിൻസ്റ്റ് ഹിം. നിങ്ങൾ മാത്രമേ അദ്ദേഹത്തിനെതിരെ സാക്ഷിയായിട്ടുള്ളൂ അല്ലേ. നോൺ പ്ലസ്ഡ്, മറ്റുള്ളവരൊക്കെ ആകെ കൺഫ്യൂഷനാക്കാനും സർപ്രൈസ് ചെയ്യിക്കാനൊക്കെ ചെയ്യുന്ന ഒരു ശൈലിയിൽ. എവി ഷീസ് റൈറ്റ് ഗവർണർ. അപ്പോൾ ജോൺ ഇടപെട്ടിട്ട് പറയാണ്, അവൾ പറയുന്നത് ശരിയല്ല അച്ഛാ. യു ടു ജോൺ, എന്ത് ജോൺ, നീയും ഇങ്ങനെയാണോ പറയുന്നത്? അപ്പോൾ ജോൺ, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ നേസ്റ്റി മെസ് ഇഫ് ദേ പുട്ട് ജോൺ ഗ്രഷാം ഇൻ ജയിൽ വിത്ത് യുവർ ഓൺ സൺ നെയിംഡ് ആഫ്റ്റർ ഹിം. എത്ര മോശമായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തെ ജയിലയക്കുക എന്നുള്ളത്. എ നേസ്റ്റി മെസ്, എ ബാഡ് ആൻഡ് മെസ് എന്നാണ് കൺഫ്യൂഷൻ, അട്ടർ കൺഫ്യൂഷൻ എന്നൊക്കെയാണ് അർത്ഥം. അത്തരത്തിലൊരു സിറ്റുവേഷൻ. ജോൺ ഗ്രഷാമിനെ ജയിലിലയക്കുക, നിങ്ങളുടെ മോൻ അദ്ദേഹത്തിൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ജോണിന് തന്നെയാണ്. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി പ്ലസൻറ്റ് ഫോർ മീ ജോൺ ഗ്രഷാം ബാൾവിൻ. അദ്ദേഹം രക്ഷപ്പെട്ടാൽ എനിക്ക് ഭാഗ്യം, എനിക്കും നല്ല കാര്യമല്ലേ. മാർത്ത അപ്പം ഇങ്ങനെ മുണ്ടാന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയാണ്, റോബർട്ട്, ഐ ആം നോട്ട് ഷുവർ ഐ അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് സെഡ് ബിഫോർ. വാട്ട് ഡിഡ് മിസ്റ്റർ ഗ്രഷാം വാണ്ട് യു ടു ഡു ഫോർ ഹിം. എനിക്ക് ഒന്നും കൃത്യമായിട്ട് മനസ്സിലായില്ല. എന്താണ് യഥാർത്ഥത്തിൽ റോബർട്ട് ബാൾവിൻ പറഞ്ഞത്? യഥാർത്ഥത്തിൽ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഗെറ്റ് ഹിം ഓഫ് ടുമോറോ. നാളെ അദ്ദേഹത്തിന് പണിഷ്മെൻറ്റ് കിട്ടുന്നതിൽ നിന്നും രക്ഷിക്കണം, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു പ്രിപ്പൊസിഷണൽ ഫ്രേസാണ് ഇവിടെ, അദ്ദേഹത്തെ രക്ഷിക്കണം. ടു സേവ് ഫ്രം പണിഷ്മെൻറ്റ് എന്നാണ് ഗെറ്റ് ഹിം ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യു കുഡ് ഡു ദാറ്റ്, നിനക്കത് ചെയ്യാൻ കഴിയുമോ? യെസ്, ഹൗ? ബൈ ആൻസറിങ് ഐ ഡോണ്ട് റിമെമ്പർ വെൻ ദേ ആസ്ക് മീ ഡേഞ്ചറസ് ക്വസ്റ്റ്യൻസ്. ഡേഞ്ചറസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മയില്ല, ഐ ഡോണ്ട് റിമെമ്പർ എന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി, ജോൺ ഗ്രഷാമിനെ രക്ഷിക്കാൻ കഴിയും. ഓ, ആൻഡ് യു ഡു റിമെമ്പർ. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എല്ലാം ഓർമ്മയുണ്ടോ? യെസ്, നിയർലി എവറിത്തിങ്, എനിക്കെല്ലാം ഓർമ്മയുണ്ട്. നോ മാറ്റർ വാട്ട് ദേ ആസ്ക് യു, എന്ത് ചോദിച്ചാലും അച്ഛന് ഓർമ്മ ഉണ്ടാവുമോ? ജോൺ ചോദിക്കുകയാണ്. അപ്പോൾ ബാൾവിൻ, ഐ ക്യാൻ ഓൾവേസ് റിഫ്രഷ് മൈ മെമ്മറി, യു സീ ഐ ഹാവ് നോട്ട്സ്. എനിക്ക് എപ്പോഴും ഞാൻ എൻ്റെ മൈൻഡ് ഇങ്ങനെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കാരണം ഞാൻ എല്ലാ ലൈഫ് ഈവൻറ്റ്സും നോട്ട്സിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ നോട്ട്സ് ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഓർമ്മയിൽ വരും. ബട്ട് വിത്തൗട്ട് ദോസ് നോട്ട്സ് യു വുഡൻ റിമെമ്പർ. അപ്പോൾ നോട്ട്സ് ഇല്ലെങ്കിൽ അച്ഛനതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ബാൾവിൻ, വാട്ട് ഡു യു മീൻ ജോൺ? ജോൺ എന്താണ് ഉദ്ദേശിക്കുന്നത്? മറുപടി ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് യു വിൽ ഹാവ് ടു റിലൈ ഓൺ യുവർ നോട്ട്സ് നിയർലി ആൾ ടുഗദർ, വോണ്ട് യു? നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ ഓർമ്മ വേണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ നമ്മളെ നോട്ട്സ് പരിശോധിക്കൊണ്ട് വരില്ലേ നിങ്ങൾക്ക്? എവരിബഡി എൽസ് ഡസ് ദ സെയിം തിങ്. മറ്റെല്ലാവരും പൊതുവെ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് വോണ്ട് ബി ഫാർ ഫ്രം ദ ട്രൂത്ത് ഇഫ് യു സേ ഐ ഡോണ്ട് റിമെമ്പർ. അപ്പോൾ അച്ഛനിപ്പോൾ നാളെ അവിടെ പോയിട്ട് ഐ ഡോണ്ട് റിമെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര സത്യത്തിൽ നിന്ന് അത്ര അകന്നൊരു സംഭവം ഒന്നുമല്ലല്ലോ. അല്പമൊക്കെ ശരി തന്നെയല്ലേ, ഓർമ്മയില്ലാത്തത് കൊണ്ടല്ലേ ഐ ഡോണ്ട് റിമെമ്പർ എന്ന് പറയുന്നത്. ഐ ഡോണ്ട് സീ ദാറ്റ് മിസ്റ്റർ ഗ്രഷാം ഈസ് ആസ്കിങ് സോ മച്ച് ഓഫ് യു. അപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലാവുന്നത് ജോൺ ഗ്രഷാം നിങ്ങളോട് കൂടുതലായിട്ടൊന്നും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. മാർത്ത, എന്താണ് മാർത്ത നീ പറയുന്നത്? റോബർട്ട്, ഐ ആം ആസ് ഓണറബിൾ ആസ് യു ആർ. ഞാൻ നിങ്ങളെപ്പോലെ സത്യസന്ധനായിട്ടുള്ള ആൾ തന്നെയല്ലേ. ദാറ്റ് ഗോസ് വിത്തൗട്ട് സേയിങ് മാർത്ത. അത് പറയാതെ തന്നെ അറിയാമല്ലോ മാർത്ത സത്യസന്ധയാണെന്നുള്ളത്. അപ്പം മാർത്ത പറയണത്, ഇറ്റ് ഡസൻ സീം റൈറ്റ് ടു മീ ടു സെൻഡ് ആൻ ഓൾഡ് ഫ്രണ്ട് ടു ജയിൽ. ഒരു പഴയകാല സുഹൃത്തിനെ ജയിലിലേക്ക് അയക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോഴേക്കും അദ്ദേഹം എന്തോ പറയാൻ തുടങ്ങുന്നു, അവളത് തടുക്കുന്നു. ആസ് ഹി സ്പീക്സ് ഷീ ഹോൾഡ്സ് അപ്പ് ഹെർ ഹാൻഡ്. നോ ഡോണ്ട് ഇൻറപ്റ്റ് മീ. ഞാൻ പറയാനുള്ളത് പറയട്ടെ, എന്നെ തടുക്കല്ലേ, അല്ലെങ്കിൽ എന്നെ തടസ്സപ്പെടുത്തല്ലേ. ഐ ഹാവ് ബീൻ തിങ്കിങ്. ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ദ ഡേ ജോൺ വാസ് ബാപ്റ്റൈസ്ഡ്. ജോണിനെ ബാപ്റ്റൈസ് ചെയ്തൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ ഓർക്കുമായിരുന്നു. വെൻ മിസ്റ്റർ ഗ്രഷാം സ്റ്റുഡ് സ്പോൺസർ ഫോർ ഹിം. നമ്മളുടെ എല്ലാ പ്രോഗ്രാമും അന്ന് ഗ്രഷാം ആയിരുന്നില്ലേ സ്പോൺസർ ചെയ്തിരുന്നത്. ഹൗ പ്രൗഡ് വി വെയർ. നമ്മൾ എത്ര പ്രൗഡായിരുന്നു ആ കാര്യത്തിൽ. ആൻഡ് വെൻ വി കെയിം ഹോം ഫ്രം ദ ചർച്ച് യു സെഡ്, ഡു യു റിമെമ്പർ വാട്ട് ഈസ് സെഡ് റോബർട്ട്? ചർച്ചിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് റോബർട്ട് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? നോ, വാട്ട് വാസ് ഇറ്റ്? എനിക്ക് ഓർമ്മയില്ല, എന്തായിരുന്നു? യു സെഡ്, മാർത്ത, മേ അവർ സൺ ആൾവേസ് ലിവ് അപ്പ് ടു ദ നെയിം വിച്ച് വി ഹാവ് ഗിവൺ ഹിം. ഡു യു റിമെമ്പർ ദാറ്റ്? അച്ഛൻ ബാൾവിൻ, നീ അന്ന് പറഞ്ഞതാണ്, മാർത്ത, മേ അവർ സൺ ആൾവേസ് ലിവ് അപ്പ് ടു ദ നെയിം വിച്ച് വി ഹാവ് ഗിവൺ ഹിം.
നമ്മുടെ മോന് കൊടുത്തിരിക്കുന്ന പേരുള്ള ആളുണ്ടല്ലോ, അയാളെപ്പോലെ വളരട്ടെ, ഉയരത്തിലെത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചത് ഓർമ്മയുണ്ടോ? യെസ്, ഡിംലി. ചെറുതായിട്ട് എനിക്കിങ്ങനെ ഓർമ്മ വരുന്നുണ്ട് ഇപ്പം നീ പറഞ്ഞപ്പോൾ. ഓൺലി ഡിംലി ഗവർണർ. എന്നെക്കുറിച്ച് അച്ഛൻ നടത്തിയ പ്രാർത്ഥന അച്ഛന് ഇപ്പോൾ ഓർമ്മയില്ല, ഡിംലി, ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല എന്നാണോ അച്ഛൻ പറയുന്നത്? വാട്ട് ഡു യു മീൻ ജോൺ? ജോൺ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ജോണിനോട് ചോദിച്ചതിന് ജോണിന് മറുപടി പറയാൻ അവസരം കൊടുക്കാതെ മാർത്ത സംസാരിക്കുകയാണ്. ഗിവിങ് ജോൺ നോ ഓപ്പർച്യൂണിറ്റി ടു ആൻസർ. It would be sad, very sad, if the name of John Gresham, our son's name, should come to grief through you, Robert. റോബർട്ട്, നമ്മളുടെ മോനിക്ക് പേരിടാൻ കാരണക്കാരനായ ഒരാളാണ് ജോൺ ഗ്രഷാം, അല്ലെങ്കിൽ ആ പേരാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ആ ജോൺ ഗ്രഷാമിനെ ജയിലിലേക്ക് പറഞ്ഞയക്കുക എന്ന് പറയുന്നത് എത്ര ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു നിശബ്ദത. മാർത്ത, are you telling me to accept the bribe money that John Gresham offered me? ജോൺ ഗ്രഷാം എനിക്ക് ഓഫർ ചെയ്ത ബ്രൈബ് മണി ഞാൻ സ്വീകരിക്കണമെന്നാണോ മാർത്ത എന്നോട് പറയുന്നത്? വൈ ഡു യു കോൾ ഇറ്റ് ബ്രൈബ് മണി ഫാദർ? അപ്പം മോളാ ചോദിക്കുന്നത്, ഇതെങ്ങനെ ബ്രൈബ് മണി ആവുന്നത്? കൈക്കൂലി പോലെയുള്ളതിനാണ് ഇത് ബ്രൈബ് മണി എന്ന് പറയുന്നത്. ബാൾവിൻ വളരെ ബിറ്റർലി, വെരി ആംഗ്രിലി, ഇംപേഷ്യൻ്റ്ലി, why indeed? Gresham had a prettier name for it. He said that he had underpaid me all these years. You know, I was getting only $60 a week when the crash came. ഈ ക്രാഷ് നടക്കുന്ന സമയത്ത് എനിക്ക് ആഴ്ചയിൽ കിട്ടുന്നത് $60 ആണ്. അപ്പോൾ എനിക്ക് ഗ്രഷാം ഈ ഓഫർ ചെയ്തപ്പോൾ ഗ്രഷാമിന് അതിനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള, പ്രത്യർ ആയിട്ടുള്ള, ഭംഗിയുള്ള ഒരു എക്സ്പ്ലനേഷൻ അതിനുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ടോണിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു. അതെന്താണ്? he said that he had underpaid me all these years. ഇത്രയും കാലം അദ്ദേഹം എന്നെ ഒരു അണ്ടർപെയ്ഡ് എംപ്ലോയി ആയിട്ടാണ് അവിടെ വെച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള ശമ്പളം എനിക്ക് തന്നിരുന്നില്ല. യുനോ, അത് നിങ്ങൾക്കറിയില്ലേ? യെസ്. അപ്പോൾ ജോണൊക്കെ അങ്ങനെ എന്താണ് ഇതിലൊരു പെട്ടെന്ന് തീരുമാനമാക്കാനുള്ള ഭയങ്കര എല്ലാ ക്ഷമി നഷ്ടപ്പെട്ടെങ്കിൽ നിൽക്കുകയാണ്. യെസ്. He said 100,000 represented the difference between what he had paid me and what I had actually been worth to him. അപ്പോൾ അദ്ദേഹം അതിന് കൊടുത്തിരിക്കുന്ന ഒരു കളർ കോട്ടിങ് എന്താണ്? അച്ഛൻ ഞാൻ അവിടെ ജോലി ഇത്രയും കാലം ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ സാലറിയും എനിക്ക് അർഹതയുണ്ടായിരുന്ന സാലറിയും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, അത് അക്യുമുലേറ്റ് ചെയ്താലുണ്ടാവുന്ന സംഖ്യയാണ് എന്ത്? $100,000. മാർത്ത, that is no less than true, Robert. You have worked for him very faithfully. അത് സത്യത്തിൽ നിന്ന് അകന്നൊരു കാര്യമല്ലല്ലോ. എന്ന് പറഞ്ഞത് ശരിയല്ലേ? അദ്ദേഹത്തിന് വേണ്ടി അത്രയും വിശ്വസ്തയോടുകൂടി ജോലി ചെയ്ത ആളല്ലേ നിങ്ങൾ? അപ്പോൾ ബാൾവിൻ, he said that if he had paid me what he should have, I would have put by more than 100,000 by now. അദ്ദേഹം ഇന്ന് എന്നോട് പറഞ്ഞ കാര്യം എന്ത്? എനിക്ക് അർഹതപ്പെട്ടത് എനിക്ക് തന്നിരുന്നുവെങ്കിൽ I would have put by more than 100,000 by now. Put by എന്ന് പറയുന്നൊരു ഫ്രേസൽ വെർബാണ്. അതിൻ്റെ അർത്ഥം ടു സേവ് മണി എന്നാണ് അർത്ഥം. നമ്മൾ പിന്നീടൊരു ആവശ്യത്തിന് വേണ്ടി പണം സ്വരൂപിച്ച് വെക്കുന്നതിനാണ് ഇത് പറയുന്നത് പുട്ട് ബൈ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഐ വുഡ് ഹാവ് പുട്ട് ബൈ മോർ $100,000 നിനക്ക് യഥാർത്ഥത്തിൽ അർഹതയുണ്ട് എന്നാണ് എന്നോട് ഗ്രഷാം പറഞ്ഞത്. ദാറ്റ് ഈസ് സോ, ഈസ്ൻ്റ് ഇറ്റ് ഡാഡ്? ശരിയല്ലേ ഡാഡ് ഈ പറഞ്ഞത്? ഹൂ നോസ്, ആർക്കറിയാം. ഐ നെവർ ആസ്ക്ഡ് ഹിം ടു റൈസ് മൈ സാലറി. എൻ്റെ സാലറി റൈസ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടില്ല. വെൻ ഹി റൈസ് ഇറ്റ് വാസ് ഓഫ് ഹിസ് ഓൺ അക്കോർഡ്. അദ്ദേഹം അത് റൈസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തതാണ്. ദർ ഇസ് എ പോസ്, ഹി ലുക്സ് അറൗണ്ട്. അപ്പോൾ അവിടെ ഒരു മൊത്തത്തിലൊരു നിശബ്ദത, ചുറ്റും നോക്കുകയാണ്. വെൽ, വാട്ട് ഡു യു തിങ്ക് ഓഫ് ഇറ്റ് എവി? എവി, ഇതിനെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണ്? ഇഫ് യു ഗോ ഓൺ ദ സ്റ്റാൻഡ് ടുമോറോ. അച്ഛൻ വളരെ മടിയോട് കൂടിയാണ് പറയുന്നത്. എന്തോ പറയാനുണ്ട്, പക്ഷെ അത് പറയുന്നത് ശരിയാണോ അല്ലേ എന്നുള്ളൊരു സംശയത്തിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് പറയണം. ഇഫ് യു ഗോ ഓൺ ദ സ്റ്റാൻഡ് ടുമോറോ, അച്ഛൻ നാളെ ട്രയലിന് പോയി സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ, യെസ്, പറയൂ. ആൻഡ് ദേ പുട്ട് ജോൺ ഗ്രഷാം ഇൻ ജയിൽ, വാട്ട് വിൽ പീപ്പിൾ സേ? എന്നിട്ട് അച്ഛൻ്റെ ആത്മമിത്രമായ ജോൺ ഗ്രഷാമിനെ ജയിലിലേക്ക് അവിടുന്ന് അയക്കുമ്പോൾ ജനങ്ങൾ എന്തായിരിക്കും പറയുക? അതെ, അതൊരു ചോദ്യമാണല്ലേ. തൻ്റെ ആത്മമിത്രത്തെ ജയിലിലേക്ക് അയക്കാൻ തൻ്റെ സ്വന്തം സുഹൃത്ത് കാരണക്കാരനാവുക എന്ന് പറയുന്നത് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. അപ്പോൾ ജനങ്ങൾ ചോദിക്കും ഇങ്ങനെയൊരു ചോദ്യം, എന്തായിരിക്കും അതിന്
ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന മറുപടി എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയാനുള്ളത്. അത് നമുക്ക് അടുത്ത ഒരു സെഷനിലായിട്ട് ചെയ്യാം. ഈ വീഡിയോ ഈ ചാപ്റ്റർ അത്യാവശ്യം ലെങ്തിയാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സും അത്യാവശ്യം ലെങ്തിയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ക്ലാസ്സുകൾ നിർത്തുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.